ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ UAE ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ CV എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നാണ്. ഈ CV അല്ലെങ്കിൽ റെസ്യൂമേ അത് ATS ഫോർമാറ്റിലാണ് നിങ്ങൾ ഉറപ്പുവരുത്തുക. എന്താണ് ATS ഫോർമാറ്റ്? ATS ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ആപ്ലിക്കൻ ട്രാക്കിംഗ് സിസ്റ്റം. അതായത് UAE മിക്ക കമ്പനികളും ഒരു സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യും. നിങ്ങളുടെ CV ആദ്യം ആ സോഫ്റ്റ്വെയറിലൂടെ സോർട്ട് ചെയ്തിട്ട് മാത്രമേ HRൻ്റെ കയ്യിൽ എത്തുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഒരു സോഫ്റ്റ്വെയറിന് മനസ്സിലാകുന്ന രീതിയിൽ സോഫ്റ്റ്വെയർ റിക്കഗ്നൈസ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ CV പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. വേർഡിലാണ് CV പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആ വേർഡിൽ ആദ്യമേ കൊടുക്കേണ്ട ഡീറ്റെയിൽസ് നിങ്ങളുടെ പേര്, നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ഇമെയിൽ ID, ഫോൺ നമ്പർ ഇതെല്ലാം ആദ്യം കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ പ്രൊഫഷണൽ സമ്മറി, അതുപോലെ നിങ്ങളുടെ സ്കിൽസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കിൽസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ലേറ്റസ്റ്റ് എക്സ്പീരിയൻസുകൾ കൊടുക്കുക. ഏറ്റവും ലാസ്റ്റായിട്ട് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, അതുപോലെ തന്നെ ഡിക്ലറേഷൻ, അതാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഫോർമാറ്റിലാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനീ പറഞ്ഞതൊക്കെ ATS ഫോർമാറ്റിലുള്ള CV ആണ്. ഇനി അതിൽ എന്തൊക്കെ ഉൾപ്പെടുത്താൻ പാടില്ല നോക്കാം. നിങ്ങളുടെ ഫോട്ടോ, ഇമേജസ് ഇതൊന്നും ഉൾപ്പെടുത്താൻ പാടില്ല. അതുപോലെ തന്നെ കോളംസ്, അല്ല പെർട്ടിക്കുലർ ആയിട്ട് എന്തെങ്കിലും ഗ്രാഫ് കൈൻഡ് ഓഫ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ ഉൾപ്പെടുത്താൻ പാടില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് ഹെഡേഴ്സിലോ ഫൂട്ടേഴ്സിലോ ഉൾപ്പെടുത്താൻ പാടില്ല. അതുപോലെ മറ്റൊരു കാര്യമാണ് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫോണ്ട് അത് ടൈംസ് ന്യൂ റോമനിലോ കാലിബറിലോ യൂസ് ചെയ്യുക. അതുപോലെ സ്പെഷ്യൽ ഫോണ്ടുകൾ, സ്പെഷ്യലായിട്ട് ക്യാരക്ടർ അതൊന്നും ഈ സോഫ്റ്റ്വെയറിന് റിക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. നിങ്ങൾ വേർഡിലുണ്ടാക്കി ഈ CV PDF ഫോർമാറ്റിൽ സേവ് ചെയ്തിട്ട് വേണം എല്ലാ ജോബ് പോർട്ടൽസിലും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ജോലി കിട്ടാൻ വേണ്ടി ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറഞ്ഞുതരാം. നിങ്ങളുടെ CVയിൽ നിങ്ങളൊരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ജോലിയുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ വായിച്ചു നോക്കുക. ആ ജോബ് ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ ആ സെയിം വേർഡിങ് നിങ്ങൾ കോപ്പി ചെയ്ത് നിങ്ങളുടെ CVയിലേക്ക് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ ജോലി കിട്ടാനുള്ള ചാൻസ് ഒത്തിരി കൂടുതലായിരിക്കും. അത് സോഫ്റ്റ്വെയറിന് നിങ്ങളുടെ ആ ഒരു CVയിൽ നിന്ന് ഈ വേർഡ്സ് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ നിങ്ങളുടെ CV സെലക്റ്റഡ് ആവാനുള്ള ചാൻസ് കൂടും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ CV ഇങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ക്വറീസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.